ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചതാണ്, അദ്ദേഹത്തിന് പാസ്പോർട്ട് പുതുക്കണം. പക്ഷെ പഴയ പാസ്പോർട്ട് കാണാനില്ല. അതുകൊണ്ട് പുതിയ പാസ്പോർട്ടിന് നമുക്ക് സിമ്പിളായിട്ട് അങ്ങ് അപ്ലൈ ചെയ്തുകൂടെ എന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു, ഒന്നും ചെയ്യാനല്ല, വെറുതെ അങ്ങ് ഇരുന്നേച്ചാൽ മതി എന്നത്. പക്ഷെ അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകണം, അപ്പോൾ പാസ്പോർട്ട് കിട്ടിയേ പറ്റൂ. അപ്പൊ അതിന് പരിഹാര മാർഗങ്ങൾ ചെയ്യാം. നമുക്ക് നമ്മുടെ ഒരു പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ്, പഴയ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് അറിയുമെങ്കിൽ, അത് എക്സ്പയർ ആയാലും ഇല്ലെങ്കിലും, നിലവിലുള്ള ഒരു പാസ്പോർട്ടാണ് നഷ്ടപ്പെട്ടതെങ്കിലും ഡീറ്റെയിൽസ് അറിയുമെങ്കിൽ അത് വെച്ച് നമുക്ക് കാര്യങ്ങൾ നീക്കാം. ഇദ്ദേഹത്തിന് ഡീറ്റെയിൽസ് അറിയില്ല. അപ്പൊ എന്താ പരിഹാരം? അപ്പോൾ പരിഹാരമുണ്ട്. നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോവുക. ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ പേരുള്ള പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് എടുക്കുക. അവിടെ ഒരു അപേക്ഷ കൊടുത്താൽ അത് കിട്ടും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കണം. എന്റെ പാസ്പോർട്ട്, ഇന്ന പാസ്പോർട്ട്, അതിന്റെ ഡീറ്റെയിൽസ് വെച്ച് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു പത്ര പരസ്യം കൊടുക്കണം. കഴിഞ്ഞോ? ഇല്ല. നമ്മൾ പോലീസിൽ, നമ്മുടെ ലോക്കൽ പോലീസിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം. ലോക്കൽ പോലീസിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പോകാൻ മടിയുള്ള ആളുകൾക്ക് പോലീസിന്റെ തുണ പോർട്ടൽ വഴി നമുക്ക് ലോസ്റ്റ് പ്രോപ്പർട്ടി എന്ന വിഭാഗത്തിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പി ഉണ്ടെങ്കിൽ അത്, അതേപോലെ തന്നെ നേരത്തെ കൊടുത്ത പത്രത്തിന്റെ പരസ്യമോ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങളുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ പാസ്പോർട്ടിന്റെ കോപ്പി ഇല്ലെങ്കിൽ പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നൽകിയ ആ ഡീറ്റെയിൽസും ഇതിന്റെ കൂടെ നൽകണം. അതിനുശേഷം പോലീസ് അവരുടെ ഭാഗത്ത് നിന്നും ഒരു വെരിഫിക്കേഷൻ നടത്തും. വെരിഫിക്കേഷൻ നടത്തിയാൽ കഴിഞ്ഞോ? അതിനുശേഷം ഒരു റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ അത് വെച്ച് നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം. ലോസ്റ്റ് പാസ്പോർട്ടിന്റെ അപ്ലിക്കേഷൻ കൊടുക്കണം. നിങ്ങളുടെ പാസ്പോർട്ട് ഓൾറെഡി കയ്യിലുള്ള പാസ്പോർട്ട് എക്സ്പയറി ആയതാണെങ്കിൽ നോർമൽ ഫീസ് അടച്ചാൽ മതി. എന്നാൽ കറന്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന പാസ്പോർട്ടാണ് നഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ ലോസ്റ്റിന്റെ എക്സ്ട്രാ ഫീസ് അടക്കണം, 3000 രൂപ. നിങ്ങൾക്ക് പാസ്പോർട്ട് പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ, തൽക്കാലമായി അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു 2000 രൂപ എക്സ്ട്രയും കൂടി അടക്കണം. അപ്പൊ 5000 രൂപ. നോർമലി മതി 3000 രൂപ അടക്കണം. അടച്ച് നമ്മളങ്ങനെ പാസ്പോർട്ടിന് വീണ്ടും ലോസ്റ്റ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒന്ന് വെരിഫൈ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് പുതിയ പാസ്പോർട്ട് ലഭ്യമാകും. പിന്നെ നിങ്ങൾക്ക് വീണ്ടും പറക്കാം വിദേശത്തേക്ക്. ഓക്കെ.